പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളുടെ പഠിതാക്കളെ, ശ്രോതാക്കളെ, നമ്മൾ സൂറത്തുൽ ബഖറയിലെ 179 വചനത്തിൻ്റെ തുടക്കമാണ് 2 എപ്പിസോഡുകളിലായി പഠിച്ചത്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ എന്ന ഭാഗം സവിസ്തരം പ്രതിപാദിക്കേണ്ടുന്ന, പഠിച്ചു പോകേണ്ടുന്ന ഒരു ഭാഗമാണത്. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ എന്ന മഹൽ രചനയിൽ പറയുകയാണ്, മഅനാഹു കസീർ വലഫ്ദുഹു ഖലീൽ. പദപ്രയോഗം പരിമിതമാണ്, കുറച്ചാണ്, പക്ഷേ ആശയം വിപുലമാണ്, വിശാലമാണ്. ആ വിശാലതയിൽ നിന്ന് ഏതാനും പാഠങ്ങളാണ് നമ്മളിവിടെ 2 എപ്പിസോഡുകളിൽ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് യാ ഉലിൽ അൽബാബി ലഅല്ലകും തത്തഖൂൻ എന്ന ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ എന്നത് ഉലുൽ അൽബാബിനെ വിളിച്ചാണ് അറിയിക്കുന്നത്, അഭിസംബോധന ചെയ്യുന്നത്. അതെന്തുകൊണ്ട്? അൽബാബ് എന്നതിൽ അതിൻ്റെ അർത്ഥം അത് ലുബിൽ നിന്ന്, ലുബിൻ്റെ ബഹുവചനാണ്. ലുബ് കാമ്പിനെയാണ് അറിയിക്കുന്നത്, അകക്കാമ്പ്. മാ ദക്ക മിനൽ അഖിൽ എന്നാണ്. അഖിൽ ബുദ്ധിയാണ്, ദിഷണ. പക്ഷെ ലുബ് കേവല ബുദ്ധിയല്ല അറിയിക്കുന്നത്, പിന്നെ ബുദ്ധി കൂർമ്മതയെയാണ് അറിയിക്കുന്നത്. അൽ ഫൈറൂസാബാദി അദ്ദേഹത്തിൻ്റെ ബസായിറു തമ്മീസ് എന്ന രചനയിൽ വകുല്ലു ലുബിൻ അഖ്ലുൻ വലൈസ കുല്ലു അഖ്ലിൻ ലുബ്ബ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ലുബും അഖിലാണ്, എന്നാൽ എല്ലാ അഖ്ലും ലുബ്ബല്ല എന്ന് പറഞ്ഞാൽ ചിന്തകളെല്ലാം ലുബ്ബല്ല. പിന്നെയോ കുശാഗ്രമായ കൂർമ്മതയുള്ള ബുദ്ധി, അതാണ് ലുബ്. ഉപരിപ്ലവമായതോ ഭാഗികമായതോ ആയ ചിന്തകൾ അതിന് ലുബെന്ന് പറയില്ല, അതാണ് ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച വിധികൾ, വിശിഷ്യ ഖിസാസ് പോലുള്ള നിയമങ്ങളും വിധികളും അതിനെ ഉൾക്കൊള്ളാനും പ്രാപിക്കാനും തികഞ്ഞ ബുദ്ധി, നിറഞ്ഞ ദിഷണ, ബുദ്ധി കൂർമ്മത അത് വേണം. വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ. ഹിക്മത്ത് നൽകപ്പെട്ടവൻ ധാരാളം നന്മകൾ നൽകപ്പെട്ടവനാണ്. ഉലുൽ അൽബാബ് അല്ലാതെ ഉത്ബുദ്ധരാവുകയില്ല, ഉണരുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ തദക്കുറിനും തഅഖുലിനും, ചിന്തിക്കാൻ, ഉത്ബുദ്ധമാകാൻ, ഉണരാൻ, അതേപോലെ ഗ്രഹിക്കാൻ ലുബ്, ബുദ്ധി കൂർമ്മത അനിവാര്യമാണ്. അവർക്ക് ഖിസാസ് പോലുള്ള വിധികളിൽ അതിൻ്റെ പൊരുളറിയാൻ, യുക്തി മനസ്സിലാക്കാൻ, അത് ആളെ എണ്ണം കുറക്കാനല്ല, ആളുകളുടെ എണ്ണം നിലനിർത്താനും ആളുകളിവിടെ ശേഷിക്കുവാനും കരണീയമായ മാർഗമാണ് എന്ന് കണ്ടെത്താനാവൂ, ഗ്രഹിക്കാനാകൂ. ഉപരിപ്ലവ ചിന്തയുടെയും വികാരജീവികളുടെയും പഠനത്തിൽ, ചിന്തയിൽ ഖിസാസ് കാടത്തമാണ്, അത് മനുഷ്യരെ കൊല്ലലാണ്. ഏതൊരു പാപിയും കരുണ അർഹിക്കുന്നു, ആ കാരുണ്യം തമസ്കരിക്കലും ഹനിക്കലുമാണ്. ഇതൊക്കെ പഴഞ്ചൻ, കാടൻ, പ്രാകൃതം, മൃഗീയം ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ യഥാർത്ഥ ബുദ്ധി, കൂർമ്മബുദ്ധി, തികഞ്ഞ ദിഷണ, അത് വായന നടത്തുമ്പോൾ ഇതൊക്കെ അനിവാര്യവും അത്യന്താപേക്ഷിതവുമാണ്. ജനജീവിതം സുഗമമായി, സുസ്ഥിരമായി, കലാപരഹിതമായി, രക്തച്ചൊരിച്ചിൽ നിന്ന് മുക്തമായി നിലനിൽക്കാൻ എന്നത് വായിക്കാൻ സാധിക്കും. യാ ഉലിൽ അൽബാബ് എന്ന അല്ലാഹു സുബ്ഹാനഹു വതആല വിളിക്കുമ്പോൾ തികഞ്ഞ ബുദ്ധിയും നല്ല ബുദ്ധിയും ഉണ്ടെങ്കിൽ അപകടങ്ങളെ അകലാനും ഭീതിയുടെയും പേടിയുടെയും മേഖലകളിൽ നിന്ന് ഒഴിയാനും
അവസരം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു തആല യാ ഉലിൽ അൽബാബ് എന്നാണ് ഇവിടെ പ്രയോഗിച്ചത്. ലുബുള്ളവർ ഖിസാസിൽ ഹയാത്തുണ്ട് എന്ന് വിധിച്ചതും വിശേഷിപ്പിച്ചതും ആയത്തിന് വായന നടത്തിയതുകൊണ്ട് മാത്രമല്ല, ചരിത്രത്തിൻ്റെ ഇന്നലകളിലേക്ക് ഈ ഖിസാസ് വിധിയായി ഇവിടെ പ്രയോഗവൽക്കരിക്കുന്നതിൻ്റെ മുന്നുള്ള ജാഹിലിയത്തിലേക്ക് പഠനം നടത്തി കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയുക്തമാകുന്നതിന് മുമ്പ് എന്തായിരുന്നു അറേബ്യ, വിശുദ്ധ മക്കയുടെയും മദീനയുടെയും പരിസരങ്ങൾ? സൂറത്ത് ആലി ഇംറാനിലെ 103-ാം വചനം നമ്മൾ പഠന വിധേയമാക്കുമ്പോൾ അതിൽ നമ്മൾ വായിക്കുന്നത് വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു വദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനന്നാരി ഫഅൻഖദകും മിൻഹാ കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ. അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കാൻ പറഞ്ഞു. ഭിന്നിച്ചു പോകരുത്, ചിന്നിച്ചിതറരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അറിയിച്ചു. എന്നിട്ട് അള്ളാഹു നിങ്ങൾക്കേകിയ അനുഗ്രഹങ്ങൾ ഓർക്കാൻ പറഞ്ഞു. എന്താ അനുഗ്രഹം? ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങൾ ശത്രുക്കളായിരുന്നു, നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അള്ളാഹു രഞ്ജിപ്പും ഐക്യവും ഉണ്ടാക്കി. ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന, അള്ളാഹിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായി വർത്തിച്ചു. വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനന്നാർ, നരകത്തീൻ്റെ വക്കിലായിരുന്നു നിങ്ങൾ എന്ന് പറഞ്ഞാൽ നാശകർത്തത്തിൻ്റെ വക്കിൽ എന്നാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. ഫഅൻഖദകും മിൻഹ, അതിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി. അറേബ്യൻ ഗോത്രങ്ങൾ പരസ്പരം ചേരിതിരിഞ്ഞ് കക്ഷി ചേർന്ന് കൊലവിളിയുടെയും കൊലപാതകങ്ങളുടെയും ദാരുണപൂർണമായ സ്ഥിതിവിശേഷത്തിലായിരുന്നു. തമ്മിൽ തല്ലി കൊന്നും കൊത്തിയുമൊക്കെ കഴിയുന്ന ദുരവസ്ഥ. പേർഷ്യക്കാരും റോമക്കാരും ഇതിനെ മുതലെടുക്കാൻ അവസരം പാർത്ത് ഇതാളിക്കത്തിക്കാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനന്നാരി ഫഅൻഖദകും മിൻഹ എന്നതിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അറബികളുടെ ചരിത്രം, അറേബ്യൻ ഉപദ്വീപിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ചില യൗമുകളെക്കുറിച്ച് വായിക്കുന്നുണ്ട്. യൗം എന്ന് പറഞ്ഞാൽ ദിവസം. അറബികൾക്ക് യൗമായിരുന്നില്ല, പിന്നെ അയ്യാമാണ്. അയ്യാം എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ചില യുദ്ധങ്ങളാണ്. ചരിത്രകാരന്മാർ 132 യുദ്ധങ്ങളെക്കുറിച്ച് നൽകിയിട്ടുണ്ട്. അതതിൽ പരിമിതമൊന്നുമല്ല. അബുൽ ഫദ്ൽ അഹ്മദ് ബിൻ മുഹമ്മദ് അൽ മൈദാനി അന്നൈസാപൂരി അദ്ദേഹത്തിൻ്റെ മജ്മഉൽ അംസാൽ എന്ന മഹൽ രചനയിൽ നൽകിയതാണ് ഈ 132 യുദ്ധങ്ങൾ. അതിൽ ഖസാസ് ഒരു യുദ്ധം, തഹ്ഫ മറ്റൊന്ന്, അവാറ, അതേപോലെ അൽ കിലാബ്, ഇങ്ങനെ തുടങ്ങി അദ്ദേഹം ഔസ് ഖസ്റജ് ഗോത്രങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിന് മുമ്പ് ബുആസ് പോലുള്ളതായ യുദ്ധങ്ങൾ. ഇത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. റബിയ ഗോത്രം, അവരുടെ എതിരാളികൾ യമനിലെ മദ്ഹജ് ഗോത്രം, അവർ തമ്മിലുള്ള യുദ്ധമായിരുന്നു ഖസാസ്, യൗമു ഖസാസ്. അൽ മുൻദിർ ബിൻ സമാവും യർബൂഴികളും തമ്മിലുള്ള യുദ്ധം, അതാണ് ഈ തഹഫ. അവാറ, മുൻദിർ ബിൻ സമായിൻ, അതേപോലെ ബനു ബക്കർ ഗോത്രം, ഇവർ തമ്മിലുള്ള യുദ്ധം. അതുതന്നെ 1, 2 പലതുണ്ട്. ബനു തമീമിൻ്റെയും മുൻദിർ ബിൻ സമായിൻ്റെ മകൻ അംറിൻ്റെയും ഇടയിൽ നടന്ന യുദ്ധം, അവാറ സാനി, ഇങ്ങനെ. അതേപോലെ തന്നെ യൗമുൽ കിലാബ്, യൗമുൽ ലിവ, യൗമുൽ വഖീത്ത്, യൗമുൽ ജദൂദ്, ഇങ്ങനെ തുടങ്ങി അറേബ്യൻ ഗോത്രങ്ങൾക്കിടയിലുണ്ടായിരുന്ന യുദ്ധങ്ങളുടെ ഒരു നീണ്ട നിര. അതിൽ 132 അൽ മൈദാനി അന്നൈസാപൂരി അദ്ദേഹത്തിൻ്റെ മജ്മുഉൽ അംസാലിൽ നൽകിയത് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ യുദ്ധങ്ങളൊക്കെ നീണ്ട യുദ്ധങ്ങൾ, അതിൽ മനുഷ്യർ ഹനിക്കപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത്, രക്തം ചിന്തപ്പെടുന്നത് യാതൊരു വിരക്തിയുമില്ലാത്ത വിധമാണ്. അത് നിസ്സാര വിഷയങ്ങളിൽ നീണ്ട യുദ്ധങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉദയം ചെയ്യുന്നതിൻ്റെ
ആ കാലത്തോടടുത്ത് സംഭവിച്ച ഒരു യുദ്ധമാണ് ഈ ഹർബ് ദാഹിസ് വൽ ഖബ്ര. ദാഹിസ് വൽ ഖബ്ര, രണ്ട് കുതിരകളാണ്, ഒന്ന് ദാഹിസ് മറ്റൊന്ന് അൽ ഖബ്ര. അതിനെ തുടർന്നാണ് യുദ്ധം. ആബസ് ഗോത്രത്തിൻ്റെ നേതാവും ദബിയാൻ ഗോത്രത്തിൻ്റെ നേതാവും. ഖൈസ് ബിൻ സുഹൈർ ആബസിൻ്റെ നേതാവ്, ഹുദൈഫ ഇബിൻ ബദർ ദുബിയാൻ ഗോത്രത്തിൻ്റെ നേതാവ്. ഇവരിരുവരും അവരുടെ കുതിരയെ കൊണ്ട് പന്തയം വെപ്പിച്ചു, ഓട്ടപ്പന്തയം. ഓട്ടത്തിൽ ദാഹിസ് അത് ജയിക്കാൻ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദുബിയാൻ ഗോത്രത്തിലൊരു വ്യക്തി ഒളിഞ്ഞിരുന്ന് ജയിക്കാൻ പോകുന്ന ദാഹിസിനെ ഗതി മാറ്റി, കുതിരൻ്റെ മുന്നിൽ വിഘ്നം സൃഷ്ടിച്ചു. അതുകൊണ്ട് കുതിര വഴിമാറി. അതോടുകൂടി ഖബ്ര മുൻകടന്നു, ജയിച്ചു. ഖബ്ര ജയിച്ചപ്പോൾ ദാഹിസിൻ്റെ ഉടമ ഖൈസ് ഇബ്നു സുഹൈർ സമ്മതിച്ചില്ല. പന്തയത്തിൽ ജയിച്ചാലുള്ള തുക അയാൾ തനിക്ക് ആവശ്യപ്പെട്ടു. അതോടുകൂടി പ്രശ്നമായി, ഇരുകൂട്ടരും കലാപമായി. മനുഷ്യർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടപ്പോൾ പ്രതിക്രിയ അതിനുവേണ്ടി കൊലയായി. എന്ന് മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ ബനു ആമിർ ഗോത്രം, ഖൈസ് ബിൻ സുഹൈർ അദ്ദേഹം അബസിയാണ്, അബസ് ഗോത്രത്തിൻ്റെ പക്ഷത്തേക്ക് ചേർന്നു. ബനു തമീം ഗോത്രം, അതേപോലെ ബനു അസദ് ഗോത്രം, അവർ ദുബിയാൻ ഗോത്രത്തിൻ്റെ പക്ഷത്തേക്കും ചേർന്നു, ഹുദൈഫ ഇബ്നു ബദറിൻ്റെ പക്ഷത്തേക്കും ചേർന്നു. അതോടുകൂടി രണ്ട് ഗോത്രങ്ങൾ മാത്രമല്ല, പല ഗോത്രങ്ങൾ ഒന്നിച്ചു. എന്നിട്ട് യുദ്ധമായി. കൊലക്ക് പകരം രൂക്ഷമായ കൊലപാതകങ്ങൾ. അവസാനം അബസും ദുബിയാനും തമീമും അസദും ആമിറും ഒക്കെ ഗോത്രങ്ങൾ തീരുമെന്ന അവസ്ഥയിലേക്കെത്തി. പിന്നെ രണ്ട് നേതാക്കന്മാർ, ഹരം ഇബ്നു സിനാനും അൽ ഹാരിസ് ഇബ്നു ഔഫ് അൽ മുർരിയും ഒക്കെ ഇടപെട്ട് കൊല്ലപ്പെട്ടവരുടെ ദിയാത്ത് എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാര തുക അവർ ഏറ്റെടുത്ത് എന്നിട്ടാണ് അവർ ഈ പ്രശ്നം തീർക്കേണ്ടത്. രക്തച്ചൊരിച്ചിലിൻ്റെ ഒരു ചരിത്രം, അതും വളരെ നിസ്സാരമായ വിഷയത്തിൽ. ഹർബുൽ ബസൂസ് ഏറ്റവും പ്രസിദ്ധമായ സംഭവമാണ്. ഹർബുൽ ബസൂസ്. അൽ ബസൂസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. ജസ്സാസ് ബിൻ മുറ എന്ന വ്യക്തിയുടെ മാതൃ സഹോദരിയാണ് അൽ ബസൂസ്. അവർക്കൊരു ഒട്ടകം ഉണ്ടായിരുന്നു, സറാബി എന്ന് പറയും. ഈ സറാബി എന്ന് പറയുന്ന ഒട്ടകത്തെ തഗലബ് ഗോത്രത്തിൻ്റെ നേതാവായ കുലൈബ് അമ്പെയ്തു. അമ്പേറ്റ് അതിൻ്റെ അകിട്ടിൽ കൊണ്ടു. അകിട്ടിൽ നിന്ന് പാലും രക്തവും ചിന്തി. അതോടുകൂടി ദുരവസ്ഥ ഒട്ടകത്തിന് സറാബിക്ക് വന്നത് കണ്ട ബസൂസ് എന്ന സ്ത്രീ വാദുല്ലാഹി എന്ന് ആർത്ത് വിളിച്ചു. എന്തൊരു മാനക്കേട് എന്ന് പറഞ്ഞ്. അതോടുകൂടി തഗ്ലബ് ഗോത്രം, അതിലെ മെമ്പറാണ് കുലൈബ്. ജസ്സാസ് ബിൻ മുറ ബനു ബക്കർ ഗോത്രത്തിൻ്റെ നേതാവാണ്. ഈ ജസ്സാസിൻ്റെ മാതൃ സഹോദരിയുടെ അഥവാ ബസൂസിൻ്റെ ഒട്ടകത്തെയാണ് കുലൈബ് ഇത് ചെയ്തത്. കുലൈബിനെ ബനു ബക്കർ കൊന്ന്. കുലൈബിനെ ബനു ബക്കർ കൊന്നതോടുകൂടി കുലൈബ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തഗ്ലബ് ഗോത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ മുഹൽഹിൽ തുടങ്ങിയവരൊക്കെ ഇറങ്ങി. പിന്നെ അങ്ങോട്ട് രക്തരൂക്ഷിതമായ പ്രതിക്രിയയാണ്, അക്രമം. കുല്ലു ഖതീലിൻ ഫി കുലൈബിൻ ഗുറ ഹത്ത യനാലൽ ഖത്ലു ആല മുറ. ഇതാണ് മുഹൽഹിൽ പറഞ്ഞത്. കുലൈബിൻ്റെ സഹോദരൻ കുലൈബിനെ ബനു ബക്കർ കൊന്നു. ഇനി കുലൈബിന് വേണ്ടിയിട്ട് ബനു ബക്കറിൽ നിന്ന് ആരെ കൊന്നാലും അതൊരു അടിമയെ കൊന്നതുപോലെയാണ്. ബനു ബക്കർ അടിമകളൊന്നുമല്ല, പക്ഷെ കുലൈബിന് പകരം ബനു ബക്കറിൽ നിന്ന് കൊന്നിട്ടുണ്ടെങ്കിൽ ഒരടിമയെ കൊന്നതിന് തുല്യം, സ്വതന്ത്രനെ കൊല്ലുന്നതിന് തുല്യമല്ല. ഹത്ത യനാലൽ ഖത്ലു ആല മുറ. ആല് മുറയിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ ബനു ബക്കറിൽപ്പെട്ട എല്ലാവരെയും കൊല്ലുകയാണ് എങ്കിൽ അത് കുലൈബ് എന്ന് പറയുന്ന ഒരാൾക്ക് തുല്യമാകും, ഖിസാസാകും എന്നാണ് മുഹൽഹിൽ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇസ്ലാം ഇവിടെ ഉദയം ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു രക്തച്ചൊരിച്ചിൽ? രക്തം ചിന്തിയാൽ എങ്ങനെയായിരുന്നു പ്രതിക്രിയ? നമ്മൾ ഖിസാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ഷാസ് ഇബ്നു സുഹൈർ കൊല്ലപ്പെട്ട വിഷയം പറഞ്ഞിരുന്നു. ഷാസിന് പകരം ഖനവികളെ മുന്നിൽ വെച്ച് തരണം, ആണും പെണ്ണിനും ഒക്കെ. എന്നിട്ട് ഷാസിന് പകരം സുഹൈർ പറയാണ്, ഞാൻ ഉദ്ദേശിക്കുന്നവരെയെല്ലാം കൊല്ലും, ഒരാൾക്ക് പകരം താൻ ഉദ്ദേശിക്കുന്നവരെയെല്ലാം. ഷാസിനെ കൊന്ന സാലബയെ തരാം, 10 ബ്ലഡ് മണിയും 10 നഷ്ടപരിഹാര തുകയും 10 പേരുടെ നഷ്ടപരിഹാര തുകയും തരാമെന്ന് പറഞ്ഞപ്പോൾ പോലും സമ്മതിച്ചില്ല. പിന്നെയോ ഖനവികളെ മുഴുവൻ തരണം എന്നാണ് പറഞ്ഞത്.
അബസ് സുബിയാൻ ഗോത്രത്തിലെ കീഴ്ഘടകങ്ങളാണ് ഇവർ. ജാഹിലി കവി സുഹൈർ ബിൻ അബി സുൽമ തദാറക്തുമ അബ്സൻ വദുബിയാന ബഅദമാ തഫാനു വദഖു ബൈനഹും ഇത്ര മൻഷമി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും അബസ് ദുബിയാൻ ഗോത്രത്തെ അവർ തീരാറായിരുന്നു, പക്ഷേ അവരെ നിങ്ങൾ രക്ഷപ്പെടുത്തി എന്ന് പറയാണ്. സുഹൈർ ബിൻ അബി സുൽമ, കവി ഔഫ് ഇബ്നു സബീർ, മാഖിൽ ഇബ്നു സബീർ എന്നീ നേതാക്കന്മാരെ അഭിസംബോധന ചെയ്താൽ പറയുന്നത്, നിങ്ങളാണ് അബസ് ദുബിയാൻ ഗോത്രം, അവർ കൊന്നു തീരാറായി പക്ഷെ അവരെ രക്ഷപ്പെടുത്തിയത് എന്ന് പറയാണ്. അവരാണ് ആ പ്രശ്നം തീർത്തത്, ആ കത്തിയ പ്രശ്നം കെടുത്തിയത് അവരാണ്. ഇതായിരുന്നു ഇസ്ലാം ഇവിടെ ഉദയം ചെയ്യുമ്പോൾ അവിടുത്തെ അവസ്ഥ. ഇതെത്ര കാടത്തം, ഇതെത്ര അന്യായം. ആ കാടത്തത്തെ, അന്യായത്തെ ഇല്ലായ്മ ചെയ്ത് ന്യായം, നീതി സ്ഥാപിച്ചു ഖിസാസ് നിയമമാക്കുന്നതിലൂടെ. എന്നിട്ട് ഇന്നൊരു വിഭാഗം ആളുകൾ പറയുകയാണ് ഈ ഖിസാസ് കാടത്താണ്, ഇതാ നീതിയാണ് എന്ന്. എന്തുകൊണ്ട്? ഒരാൾ കൊലക്കുറ്റം ചെയ്താലും അയാൾക്കുമില്ലേ ഒരവകാശം, അയാളും കരുണ അർഹിക്കുന്നവനല്ലേ. അപ്പോൾ കൊല്ലപ്പെട്ടവൻ, അവൻ്റെ കുടുംബം കരുണ അർഹിക്കുന്നില്ലേ? കൊല്ലപ്പെട്ടവൻ, അവന് നീതിയില്ലേ? അവൻ കൊല്ലപ്പെട്ടതിനാൽ ജീവിതം പെരുവഴിയിലായ അവൻ്റെ ഉറ്റവരും ഉടയവരുമില്ലേ? അവർക്ക് നീതി വേണ്ടേ? അവരോട് കരുണ വേണ്ടേ? ഇതൊന്നും ഇത്തരം പുരോഗമനവാദികൾ വിഷയമാക്കാറില്ല. ആളുകളെ കൊല്ലാനും കൊലക്കത്തിയുമായി മേയാനും വിട്ടാൽ അതിനാൽ സംഭവിക്കുന്നത് അത്യന്തം അപകടകരമായ വിഷയമല്ലേ? കൊല്ലാനുള്ള വാഞ്ചയുമായി നടക്കുന്നവർ, അതിൽ നിന്ന് അവർ വിലക്കപ്പെടാൻ, ഞാൻ കൊല്ലപ്പെടും എന്ന ഒരു വിചാരം അവരിൽ വളരുമ്പോഴാണ്, ഉണരുമ്പോഴാണ്. കൊലക്കത്തിയുമായി നടക്കുന്നവരുടെ കൊലപാതകങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് ജീവൻ കിട്ടാനും അവരുടെ ജീവിതം നിലനിൽക്കാനും താൻ കൊല്ലപ്പെടുമെന്നുള്ള ബോധം, പ്രതിക്രിയ തന്നിൽ നടത്തപ്പെടുമെന്നുള്ള ബോധം കൊല്ലാൻ നടക്കുന്നവരിൽ ഉണ്ടാകേണ്ടേ? ജീവന് പകരം ജീവൻ എടുക്കപ്പെടുമെന്നുള്ള വിഷയം, വിചാരം അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടാൽ, ശിക്ഷാവിധികൾ ആളുകൾ കാണുന്ന അവസ്ഥയുണ്ടായാൽ എല്ലാവർക്കും ജീവിതമാണ്, എല്ലാവർക്കും അവരുടെ ജീവൻ നിലനിൽക്കാൻ അത് കരണീയവുമാണ് എന്നുള്ളതാണ് നേര്. പക്ഷേ ഇതൊക്കെ ആര് വായിക്കും, ആര് മനസ്സിലാക്കും? അതിന് കേവല ബുദ്ധി പോരാ, വികാരം പോരാ, നല്ല ബുദ്ധിയും തികഞ്ഞ ധിഷണയും ഉൾക്കാഴ്ചയും ബുദ്ധി കൂർമ്മതയും വേണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് എന്ന്, ബുദ്ധി കൂർമ്മത ഉള്ളവരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്തത്. അവരെ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല, യാ എന്ന് പറഞ്ഞാൽ ഹർഫുൻ നിദയാണ്, അവരെ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യം ഉണർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ യാ ഉലിൽ അൽബാബി ലഅല്ലക്കും തത്തഖൂൻ, ലുബുള്ളവരോട് നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. ലഅല്ല എന്നുള്ളത് ഇക്മാലല്ലിൽ ഇല്ല എന്ന് പറയും, ഇല്ലത്തിനെ പൂർത്തീകരിക്കാൻ എന്ന് പറഞ്ഞാൽ. തൊട്ടുമുമ്പത്തെ ആയത്തിൽ പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസ്, ഖിസാസിനെ നിങ്ങളുടെ മേൽ നിയമമാക്കപ്പെട്ടു. അതെന്തിന്? വലക്കും ഫിൽ ഖിസാസി ഹയാത്ത്, ഖിസാസിൽ ജീവിതമാണ് ഉള്ളത്, ജീവിതത്തിൻ്റെ നിലനിൽപ്പാണ് ഉള്ളത്, അതിനു വേണ്ടി. അതൊരു ഇല്ലത്താണ്, കാരണമാണ്. അതിൻ്റെ പൂർത്തീകരണമാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. ലിഅൻ തത്തഖൂ ഫലാ തതജാവസു ഫി അഖ്ദി സഅർ ഹദ്ദൽ അദ്ലി വൽ ഇൻസാഫ്, അതിനാൽ തന്നെ നിങ്ങൾ പ്രതികാര നടപടി സ്വീകരിക്കുമ്പോൾ നീതിയുടെയും ന്യായത്തിൻ്റെയും അതിർവരമ്പുകൾ വിട്ടുകിടക്കരുതേ. ഇവിടെ അതാണ് ഉദ്ദേശമെന്നാണ് ചില തഫ്സീറുകളിൽ പറഞ്ഞത്. ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞാൽ ഖിസാസിൽ ഹയാത്താണ്, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ. അതുകൊണ്ട് പ്രതികാര നടപടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നീതിയെ മറികടക്കരുത്, ന്യായത്തെ വിട്ടുകിടക്കരുത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅല്ലക്കും തത്തഖൂൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചില തഫ്സീറുകളിൽ. മറ്റു ചിലർ പറഞ്ഞത് ഖിസാസിനെ സ്ഥിരപ്പെടുത്താനാണ് ഈ ലഅല്ലക്കും തത്തഖൂൻ. അഥവാ അള്ളാഹു പറയാണ്
ഖിസാസിനെ നിർബന്ധമാക്കി, അത് നിങ്ങളുടെ മേൽ വിധിച്ചു. എന്തിന്? മിൻ അജലി അൻ തത്തഖു അൽ ഉദ്വാന ബിൽ ഖത്ൽ, മനുഷ്യനെ കൊന്ന് ജീവൻ നഷ്ടപ്പെടുത്തിയുള്ളതായ അതിക്രമം അത് നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി, ഫൈനൽ ഇൻസാൻ ഇത് ആലിം അന്നഹു മഖ്തൂൽ, ഒരു മനുഷ്യൻ താൻ കൊല്ലപ്പെടുമെന്നുള്ളതറിഞ്ഞാൽ ബിൽ ഖത്ൽ, അവൻ മറ്റൊരാളെ കൊന്നാൽ സയത്തഖി അൽ ഖത്ൽ ബിലാശക്, നിസ്സംശയം അവൻ കൊലപാതകം സൂക്ഷിക്കും, മറ്റുള്ളവരെ കൊല്ലുന്നത് കരുതും, സൂക്ഷിക്കും. അപ്പോൾ നിങ്ങൾ കൊല ചെയ്തുകൊണ്ടുള്ള അതിക്രമം സൂക്ഷിക്കാൻ വേണ്ടി, അതാണ് ലഅല്ലക്കും തത്തഖൂൻ എന്നതിൻ്റെ തഫ്സീർ പറഞ്ഞത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. എന്തിനെ സൂക്ഷിക്കാൻ എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ എന്തെല്ലാം ഉദ്ദേശിക്കാൻ പറ്റും അതൊക്കെ. നിങ്ങൾ കൊല ചെയ്യുന്നത് സൂക്ഷിക്കാൻ വേണ്ടി, നിങ്ങൾ അതിക്രമിക്കുന്നത് സൂക്ഷിക്കാൻ വേണ്ടി, നിങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് സൂക്ഷിക്കാൻ വേണ്ടി ഖിസാസിനെ നിയമമാക്കി. ഇങ്ങനെയൊക്കെ ഇതിൻ്റെ പൊരുൾ മനസ്സിലാക്കാവുന്നതാണ്. ഒപ്പം തഖ്വ നമ്മൾ പഠിച്ചു പോയതാണ്. തഖ്വ എന്താ? തഖ്വ മറ സ്വീകരിക്കലാണ്. ഏതിൽ നിന്ന് മറ? അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് മറ, നരകത്തീയിൽ നിന്ന് മറ, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് മറ സ്വീകരിക്കലാണ്. തീയിൽ നിന്നും കോപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ഒക്കെ മറ സ്വീകരിക്കൽ എങ്ങനെയാണ്? അള്ളാഹു കൽപ്പിച്ചത് ചെയ്തിട്ടും വിരോധിച്ചതിൽ നിന്ന് വിട്ടകന്നിട്ടുമാണ്. അപ്പോൾ ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച പാപങ്ങൾ, കുറ്റകൃത്യങ്ങൾ, അതിൽ നിന്ന് വിട്ടകന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് പ്രയോഗവൽക്കരിച്ച്, പ്രത്യേകിച്ച് ഖിസാസ് അള്ളാഹു കൽപ്പിച്ചു, അങ്ങനെയുള്ളത് പ്രയോഗവൽക്കരിച്ചുകൊണ്ട് നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്നും ആയത്തിൻ്റെ വിശദീകരണത്തിൽ പ്രാമാണികർ ഉണർത്തിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു മഹൽ വചനം കുറേ വിഷയങ്ങൾ, വിധികൾ ഒക്കെ അറിയിക്കുന്ന ഒരു മഹൽ വചനമാണ്. അതിൻ്റെ വിഷയം അൽ ഖിസാസ് എന്നുള്ള മഹൽ വചനമാണ്. ഖിസാസ് പ്രതിക്രിയയെ, തുല്യശിക്ഷയെ അറിയിക്കുന്ന പദമാണ്. അതെങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഖിസാസിൽ കുറ്റം ചെയ്തവനുണ്ട്, ആരോട് കുറ്റം ചെയ്തോ അവനുണ്ട്. അതിൽ ഖിസാസ് എങ്ങനെ എന്നുള്ള വിഷയമുണ്ട്. ഇപ്പോൾ കൊലക്കുറ്റമാണ് എങ്കിൽ അൽ ഖാത്തിൽ, അപ്രകാരം കൊലക്ക് വിധേയനായ അൽ മഖ്തൂൽ, പിന്നെ അൽ ഖിസാസ് പ്രതികാരം, പ്രതിക്രിയ, തുല്യശിക്ഷ. ഈ മൂന്ന് ഘടകങ്ങൾ ഇതിലുണ്ട്. മൂന്നിനും ഒരാൾ എപ്പോഴാണ് ഖാത്തിലാവുക, ഖത്തിൽ അയാളിൽ വിധിക്കപ്പെടുക, അതിൻ്റേതായ നിബന്ധനകളുണ്ട്, ഷർത്തുകളുണ്ട്. മഖ്തൂൽ, ഒരാൾ കൊല്ലപ്പെട്ടു, അയാൾ എപ്പോഴാണ് കൊല്ലപ്പെട്ടവനായി ഖിസാസ് കൊന്നവന് വരും വിധം പരിഗണിക്കപ്പെടുക, അതിൻ്റേതായ ഷർത്തുകളും നിബന്ധനകളുമുണ്ട്. പിന്നെ ഖിസാസ് നടപ്പിലാക്കൽ, അതിലും അതിൻ്റേതായ ചില ഷർത്തുകൾ, നിബന്ധനകളൊക്കെ ഉണ്ട്. അതൊക്കെ വിശദമായിട്ടുള്ള ഒരു വിഷയമാണ്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ആ വിഷയങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. പ്രത്യേകിച്ച് കിതാബുൽ ഖദാ, ന്യായവിധി, ജഡ്ജ്മെൻറ്റ്, അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ വിശദീകരിക്കുമ്പോൾ അവിടെ വിശദമായി പഠിക്കാനുള്ള ഭാഗങ്ങളാണ്. അതൊക്കെ നന്നായി പഠിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഒരു സുന്ദര വിഷയമാണ് ഇസ്ലാമിൽ ഖിസാസ്. അതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ ജ്ഞാനികൾ, പണ്ഡിതർ, അവരാണ് ഇസ്ലാമിക ഭരണകൂടവും നീതിപീഠവും ശിക്ഷാകോടതിയുമുള്ളയിടത്ത് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടെന്ന് പറയാറുള്ളത് പോലെ എല്ലാവരും ഇറങ്ങിത്തിരിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല ഖിസാസ്. ഇത് നമ്മളിവിടെ പ്രത്യേകം വായിക്കേണ്ട ഒരു കാര്യമാണ്. ഒപ്പം കുറ്റകൃത്യങ്ങൾക്കുള്ള ഖിസാസ്, ദുനിയാവിൽ നടപ്പിലാക്കപ്പെടുന്ന ഖിസാസാണ് ആയത്തിൻ്റെ വിഷയം. അതാണ് നമ്മൾ ഇവിടെ പഠിച്ചതും മനസ്സിലാക്കിയതും. ഖിസാസ് അത് ഇവിടെ തീരുന്നൊരു പ്രശ്നമല്ല. ഖിസാസ് അത് പരലോകത്തും ഉണ്ടാകും. ഇഹലോകത്തിലെ ഖിസാസ് പോലെയല്ല പരലോകത്തെ ഖിസാസ്.
പ്രത്യേകിച്ച് കൊലക്കുറ്റവുമായി ബന്ധപ്പെട്ട വിഷയം, മനുഷ്യരുടെ ചോര ചിന്തൽ, അത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യഅ്തിൽ മഖ്തൂലു മുതഅല്ലികൻ റഅസഹു ബി ഇഹ്ദാ യദൈഹി, കൊല്ലപ്പെട്ടവൻ തൻ്റെ ഒരു കയ്യിൽ തൻ്റെ തല പിടിച്ചു വരുമെന്നാണ്. മുതലബ്ബിബൻ ഖാതിലഹു ബിയദിഹിൽ ഉഖ്റ, മറ്റേ കയ്യിൽ തന്നെ കൊന്നവനെയും തള്ളിക്കൊണ്ട് പിടിച്ചുകൊണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ, തലയെടുക്കപ്പെട്ടവനാണ്, അവൻ്റെ ഒരു കയ്യിൽ അവൻ്റെ ശിരസ്സുണ്ട്, അറുക്കപ്പെട്ട ശിരസ്, മറ്റേ കയ്യിൽ ദുനിയാവിൽ തൻ്റെ കഴുത്തറുത്തവനാണ്. തഷ്ഹുബു ഔദാജുഹു ദമ എന്നാണ്. കൊല ചെയ്യപ്പെട്ടവൻ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പരലോക കോടതിയിൽ വരികയാണ്. അപ്പോൾ അവൻ്റെ കഴുത്തിൽ നിന്ന് ചോര ഒലിച്ചുകൊണ്ടിരിക്കുന്നു. ആ വരവ് ഹത്ത യഅ്തിയ ബിഹിൽ അർശ് എന്നാണ്. കൊലയാളിയെയും കൊണ്ട് അർശിങ്ങൽ വരുമെന്നാണ്. എന്നിട്ട് ഫയഖൂലുൽ മഖ്തൂൽ ലില്ലാഹ്, കൊല്ലപ്പെട്ടവൻ അള്ളാഹിനോട് പറയുമെന്നാണ്, റബ്ബി ഹാദാ ഖതലനി, റബ്ബേ ഇവൻ എന്നെ കൊന്നു. അപ്പോൾ അള്ളാഹു ഈ കൊലയാളിയോട് പറയുമെന്നാണ്, തഇസ്ത്, നീ നശിച്ചിരിക്കുന്നു. അള്ളാഹുവാണ് പറയുന്നത് കൊലയാളിയോട്, നീ നശിച്ചിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. വയുദ്ഹബു ബിഹി ഇലന്നാർ, അതോടുകൂടി ആ കൊലയാളിയെയും കൊണ്ട് നരകത്തിലേക്ക് എന്നാണ്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അപ്പോൾ ഈ കൊലക്കുറ്റം എന്ന് പറഞ്ഞാൽ വിശിഷ്യ അതിക്രമങ്ങൾ പൊതുവെ അത് ഈ ദുനിയാവിൽ തീരുന്ന ഒരു വിഷയമല്ല. അതിൻ്റെ പ്രതിക്രിയയുടെയും പ്രതികാരത്തിൻ്റെയും വിഷയം അത് പരലോകത്തെ കൂടി നീണ്ടു നിൽക്കുന്ന വിഷയമാണ്. അത്രമേൽ വളരെ കടുത്ത കുറ്റകൃത്യമാണ് മനുഷ്യരുടെ നേരെയുള്ള അതിക്രമങ്ങൾ, വിശിഷ്യ കൊലക്കുറ്റം. ഏതായാലും നമ്മൾ ഖിസാസുമായി ബന്ധപ്പെട്ട 2 വചനങ്ങളെയാണ് ഇവിടെ വിശദീകരിച്ചത്. ഇതുപോലെ ഇനി മറ്റൊരു വിഷയമാണ് വസിയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയം. അടുത്ത വചനം സൂറത്തുൽ ബഖറയിൽ 180-ാം വചനം വസിയ്യത്തുമായി ബന്ധപ്പെട്ടാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത മൊഡ്യൂളിൽ തുടങ്ങുവാനുള്ള വിഷയമാണ്. ഈ ഒരു മൊഡ്യൂൾ 30 എപ്പിസോഡുകൾ, അതിൽ ഈ ക്ലാസ്സോടുകൂടി തീരുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മൊഡ്യൂളിൽ 180-ാം വചനം മുതൽ പഠനം തുടരാം ബിഇദ്നില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ വേദി അനുഗ്രഹിക്കുമാറാവട്ടെ. അന്നൂർ തഫ്സീർ ക്ലാസ്സുകളെ സജീവമാക്കുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന, അതിൽ പഠിതാക്കളായ, അതിൻ്റെ ശ്രോതാക്കളായ, അതിന് അഭ്യുദയ കാംക്ഷികളായി വർത്തിക്കുന്ന സഹായികളായ, പ്രചാരകരായ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം മഹത്തരമാക്കുമാറാവട്ടെ. അഹ്ലുൽ ഖുർആൻ, ഖുർആൻ്റെ വാക്താക്കൾ അള്ളാഹുവിൻ്റെ അഹ്ലുകാരും ഖാസത്തുമാണ്, പ്രത്യേകക്കാരുമാണ്. ആ ഒരു ഗണത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ ഖാദിമുകളായി ജീവിതം തുടർത്താനും അവൻ്റെ ഇഷ്ടക്കാരായി പരലോകം പോകാനും നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.